നമുക്ക് ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഇത്ര ഇമോഷൻ ആവും ഞാൻ വിചാരിച്ചില്ല. ഇമോഷൻ ആവില്ല. ഞാൻ കാറിലിരുന്ന കരയാം. എന്തെന്ന് എനിക്കൊന്നും മനസ്സിലാവും. ഞങ്ങൾ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് കാണാണ്ട് വരെ. ഗൈസ്, അപ്പോ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ട്. ആക്ച്വലി വീട്ടിൽ പോയിട്ടാണ് നമ്മൾ എല്ലാവരെയും കാണാൻ പോണേ. അപ്പൊ എല്ലാവരും അവരുടെ വീട്ടിലേതായ കൊല്ലത്തിലായിരിക്കും. അപ്പൊ അത് ഇടാൻ പറ്റിയൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇടുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, അവർ എത്രമാത്രം കംഫർട്ടബിൾ ആണെന്ന് അറിയില്ല. പെട്ടെന്ന് ക്യാമറ ആയിട്ട് ചെല്ലും. അതും ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്. സോ അതിന്റെ ഞാൻ കണ്ടിരുന്നു അവരെ, പക്ഷെ ഇവ അങ്ങനെ കണ്ടിട്ടില്ല. ഇവർക്ക് വന്നിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. അപ്പോ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ ഒന്നും നമുക്കറിയില്ല. ആക്ച്വലി നാട്ടിൽ നിന്ന് വരുമ്പോ മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ആദ്യം പറയണ അവരെന്നിട്ട് നിന്നെ കാണുമ്പോ എപ്പെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇമോഷണൽ ഡാമേജ് ആയി പോവും. പക്ഷെ അങ്ങനെ നമുക്കൊരു ബോണ്ട് ഉണ്ടല്ലോ, അറിയാലോ. അതെ, അപ്പോ അതിന്റെ വലിയൊരു ത്രില്ലും സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ കാറ് നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇവിടുന്ന് ഇറങ്ങാനും കുറച്ച് വൈകി. ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയാവാൻ പോവാണ്. നമ്മുടെ റെന്റേ കാർ എടുത്തിട്ടുള്ളത്. റെന്റേ കാർ ഇപ്പൊ വരും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് പിന്നീട് ചെറുക്കൻ്റെ അടുത്താ. അത് കഴിഞ്ഞിട്ട് സമീലിക്കയുടെ അടുത്ത് രാകേശ്വരനൊക്കെ ഇന്ന് എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് അവരെയും കാണാനായിട്ട് പോകും. അപ്പോൾ നമ്മുടെ തുടക്കം തൊട്ടുള്ള വീഡിയോസ്, നമ്മളുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഓരോ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോഴേക്കും ഓൾറെഡി വന്നിട്ടുണ്ടാവും ബാക്കി വീഡിയോസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളിവിടെ അത്യുജ്വലമായി സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഇവരൊക്കെ കണ്ടു തോന്നുന്നു, ഷറഫ്ഖാനെ വിളിച്ച്. അപ്പൊ അതുകൊണ്ട് ആദിച്ചേട്ടനെക്കാളും ഞാൻ 2 വർഷമായി, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദുബായ് മിസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഇവരൊക്കെ ഉള്ളത് കൊണ്ടും കൂടിയാ എനിക്ക് ദുബായ് ഒന്നും കൂടെ മിസ് ചെയ്യണേ. അപ്പൊ ഞാൻ ഇങ്ങനെ കാല് കുത്തിയിപ്പ് തുടങ്ങി ഭയങ്കര ഇന്നലെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്, ഇന്ന് ഇതുവരെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. അതെ, ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. വണ്ടി എത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്യണം. ആക്സസ് കാർഡും വാങ്ങിക്കണം കാർ പാർക്കിങ്ങിന്റെ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളെ മാഞ്ഞാലി അലുവ വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കണം ഫ്രണ്ട്സിന്. ബിന്നിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കവറുകൾ വാങ്ങിച്ചിട്ട് ആ കവറുകൾ ഇട്ടിട്ട് വേണം നമുക്ക് കൊടുക്കാനൊക്കെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. എല്ലായിടത്തില്ലേ നിനക്ക് ഒരു സന്തോഷം തോന്നല്ലേ? അവിടെ ചെന്നിട്ട് അവര് ഇവേ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇമോഷണൽ ഡാമേജ് ആയി പോകും. അവരെന്താ പിന്നെ എങ്ങനെയാ റിയാക്ട് ചെയ്യണ്ടേ? അപ്പൊ നിന്നെ കാണുന്ന എന്നിട്ട് കരയണോ? എക്സ്പെക്ടേഷൻ കരയണ്ട, സന്തോഷിച്ചാ മതി കാണുന്നത്. അത് നമുക്ക് മനസ്സിലാവല്ലോ ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്നത്. പിന്നെ പാത്ത എല്ലാരും കരയാ. ഞാനാണ് കൂട്ടത്തില് ഞാൻ ചിക്കു കരച്ചില് കുറവുള്ള ആൾക്കാരാ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. ഇവരും ഈ കാണാൻ പോണ 3 പേരും ഭയങ്കര ഇമോഷണലി. പക്ഷെ അറിയില്ല കേട്ടോ, നമ്മള് എപ്പോഴും കോണ്ടാക്ടിലൊക്കെ. അവർക്ക് മെച്ചൂർഡ് ആയില്ലേ? അല്ല, കൂട്ടത്തിൽ കരയാണെങ്കിൽ ഇവര് 3 പേരും കരയും. ഞാൻ ചിക്കാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അറിയാത്ത ആൾക്കാര്. പിന്നെ സമീലിക്കും കരയും. സമീലിക്ക് കുണ്ടമ്പൂരി കരയും. ഞാൻ സമീലിക്ക് ചിക്കൊക്കെയാണ് ഒരു ക്യാരക്ടർ. ഗൈസ്, അങ്ങനെ നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. ഞാനൊരു റെഡ് കാറായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, നമ്മുടെ പഴയ കാറ് പോലത്തെ. നമ്മൾ ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. കുറെ നാള് കഴിഞ്ഞ് ദുബായിൽ വണ്ടി ഓടിക്കുന്നോണ്ട് ഞാൻ ഹോൺ അടിക്കുന്നു, ഇൻഡിക്കേറ്റർ ഇടാതെ വളയ്ക്കുന്നു, ഇൻഡിക്കേറ്ററിന് പകരം ലൈറ്റർ ഇടുന്നു. ലൈറ്റർ അല്ലല്ലോടി, വൈപ്പർ ഇടുന്നു. കുറെ നാളെ ഇത് ഓടിക്കണോണ്ട് ഒരു ടെൻഷൻ കേസ്. എന്റെ കൈ വിറക്കുന്നത് കാണണ്ടോ നിങ്ങള്? കുറെ വണ്ടികൾ ചീറിപ്പാഞ്ഞ് 6 ലൈനിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ, നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെ ഓടിച്ച് ശീലല്ലോ. പണ്ട് നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോഴായിരുന്നു ടെൻഷൻ, ഇപ്പൊ ഇവിടെ ഓടിക്കുമ്പോ ടെൻഷൻ ആയി തുടങ്ങി. ഗൈസ്, നമ്മള് പിന്നീട് ഷറഫ്ഖാടെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കാറിൽ നിന്ന് ഭയങ്കര ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ചിരി ഇമോഷണൽ എല്ലാം കൂടി എനിക്കറിയില്ല. ഞാൻ പോയി കാണട്ടെ, വേറെ ഒന്നും എനിക്ക് പറയില്ല. ഇവിടെ ഉണ്ടാവോന്നല്ലടാ, വീക്കെൻഡ് ആയതുകൊണ്ടേ ചിലപ്പോ പുറത്തു പോകും. പിന്നെ ഒരു പ്രാവശ്യം മിന്നിക്ക് മെസ്സേജ് അയച്ചപ്പോ ദുബായിൽ ചൂട് തുടങ്ങിയോന്ന് അറിയില്ല എന്ന് പറഞ്ഞൊരു വിശ്വാസത്തിന് വന്നതാ.
വേറെ വല്ല ഫ്ലാറ്റ് ആയി പോകുന്ന എനിക്കിപ്പോ ഒരു പേടി. വേറെ ആൾക്കാരുടെ ആണെങ്കിലോ എനിക്ക് ഒരു ഐഡിയ ഒരു ക്ലൂ മാത്രമേ ഉള്ളൂ. എനിക്ക് ഓരോ പണ്ടൊന്നും ഓർമ്മയാ. ഞാൻ കാറിലിരുന്ന കരയായിരുന്നു. ഇനി പിന്നെ എന്താണ് സുഖല്ലേ? അലുവൊക്കെയുണ്ട്. മതിടാ മതി മതി വല്ലപ്പോഴൊക്കെ ഇതിൽ കരച്ചിൽ കിട്ടുള്ളൂ രണ്ടുപേരും. ഒരുമിച്ച് കിട്ടുന്ന ഒരു സന്തോഷം. ഇന്നലെ എത്തി. ഞാൻ നിനക്ക് ഇതില് മെസ്സേജ് ഉണ്ടായി കണ്ടില്ല. പിന്നീട് ഒരു എന്താണ് വിശേഷങ്ങൾ? സുന്ദരനായിട്ടുണ്ടല്ലോടാ നീ. നീ ഞായറാഴ്ച അവധിയാണ്. ലാപ്ടോപ്പ് അടക്കി നീ 7 മണിക്ക് മുന്നേ സബ്മിറ്റ്. നിന്റെ മാനേജറുടെ നമ്പർ തന്നെ ഞാനിപ്പോ ആൾ വിളിച്ച് തരും പറയാം. ഇതൊക്കെ വേറെ ആൾക്കാർ സ്വർണ്ണ മോതിരൊക്കെ പുതിയ മോതിരൊക്കെ. നിന്നിട്ട് എന്തല്ലേ വിശേഷം? സുഖം. സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കാനോ? പ്രായം കൂടുന്നവർ ലുക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രായത്തെ കുറിച്ച് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായടാ. ഇവിടെ കർട്ടൻ അടിച്ചതിന്റെ ബാക്കി തുണി വെച്ചാണ് വിന്നിട്ട ഡ്രസ് ശരിയാണല്ലോ. എന്തെങ്കിലും വിശേഷങ്ങള്? ഹാപ്പി ആയിട്ടിരിക്കണോ? എന്നാ നാട്ടിക്ക് എല്ലാരും അന്വേഷിക്കണ്ട്. നിർബന്ധിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നാട്ടിൽ പോവാ. അടുത്തൊന്നും വരണ്ട. എത്ര ആളുണ്ടാവും? ചൂടുകാലം ആയതുകൊണ്ട് ഞങ്ങൾ ചൂട് ആസ്വദിക്കാൻ വേണ്ടി നാട്ടിലെ ചൂടിനേക്കാളും ഇവിടുത്തെ ചൂട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഷർഫ് നീ വർക്ക് നിർത്ത്. വാ നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ 2-3 ഗേൾസിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് പബ്ബിലേക്ക് പോവാം. നീ വായോ? രണ്ടിനും പോണെന്നോ? ഞാൻ ഒരു ഫോട്ടോ എന്തെങ്കിലും ഇടാൻ പറ്റണ്ടേ? കാരണം അതല്ല. അങ്ങനെ ഇവ സ്വന്തം കയ്യില് വാച്ച് അയച്ച് സ്വന്തം സുഹൃത്തിന് കൊടുത്തു. നല്ല ഭംഗിയുണ്ട്. പിന്നെ എടാ അത് വൃത്തിയില്ലാന്ന് പറഞ്ഞു. വാച്ച് വൃത്തിയില്ലാന്ന് പറഞ്ഞേ. അങ്ങനെ എടാ ഇനി കുറച്ച് എന്ത് കാണാന്ന് പറഞ്ഞു. വീഡിയോയിൽ പറഞ്ഞു. എന്നിട്ട് ബാക്കി നോക്കാം. പറഞ്ഞു ഇനി കുറച്ചു നേരം കഴിഞ്ഞ് കളാം. ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കട്ടെ. കഴിച്ചു. ശ്രീരാഗം ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ താലി ഓർഡർ ചെയ്ത് കഴിച്ചു. വേണ്ട. ഇനിയിപ്പോ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോണം. എല്ലായിടത്തേക്കും പോണ്ട്. സമീലിക്ക, രാകേഷ് എല്ലാരെയും കണ്ട് തീർക്കണം. അത് ഇന്നത്തെ കുറച്ച് പേർക്ക് വേണമെങ്കിൽ നീ എനിക്കിതാ ഞാൻ ചെയ്യാം. നിന്നെ അങ്ങനെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ ഷർഫെ. എടാ താടാ. എടാ നിന്റെ സ്വന്തം അനിയനെ പോലെ കണ്ടാ മതി. ഇത് പണി തരാനാ. ഞാൻ കേറി വന്നപ്പോ തന്നെ വിനീന്റെ അടുത്ത് എനിക്ക് കോഫി വേണം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചു. സ്പെഷ്യൽ കപ്പ് കണ്ടോ? ഇത് ഒരു കുട്ടിച്ചെകുത്താനാണ്. ഒരു കുട്ടിച്ചെകുത്താനാണിത്. ഇത് വിന്നി മാത്രം കുടിക്കണ കപ്പ. ഇവ വന്നോണ്ട് ഇവയ്ക്ക് വേണ്ടി വെറുതെ തള്ളി വിടട്ടെ. യൂണിക്കോൺ ഇഷ്ടല്ലേ? ഞാൻ പൊന്നുമല്ല. യൂണിക്കോൺ അല്ല, ഇവള് ലിയോ ആണ്. യൂണിക്കോൺ അല്ല. ഓക്കെ. അപ്പൊ യൂണിക്കോൺ നിങ്ങളുടെ സ്വന്തം കപ്പിലാണ്. എന്റെ സ്റ്റാറല്ലോ. സൺഷെയ്ഡ് സൺസ്റ്റാർ ഒന്നുമില്ലടാ. സ്റ്റാർ തന്നെ പോയ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മിഥുനങ്ങൾ. ഷാഫ് ഇപ്പോഴും പണിയിലാട്ടോ. അവന്റെ കോംപ്ലിക്കേറ്റഡ് ഡോക്യുമെന്റ്സ് കമ്പ്യൂട്ടറിൽ. അത് കാരണം അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ദീദിന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്? അങ്ങനെ പറയില്ല. എന്തെങ്കിലും തള്ളി വിട്. ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു ഇവിടെ സ്പെഷ്യൽ? പരിപ്പ് കറി, ചാള പൊരിച്ചത്, ചോറ്, മുട്ടക്കറി, പൊറോട്ട അവിടെ ഇരിക്കുന്നുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ്. ഇവയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോഫി ഒക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പൊറോട്ടയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിണ്ടാണ് പൊറോട്ട. പൊറോട്ട ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ പോക്കറ്റിലാക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി പരിപാടികൾ. ഇനി വിന്നി ദീദിയും ഷർഫിക്കയുടെ അടുത്ത് നമ്മൾ എവിടേക്കാണ് അടുത്തതായി പോകാൻ പോകുന്നത്? ഇനിയിപ്പോ രാകേഷ് അല്ലെങ്കിൽ സമീലിക്കയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, പക്ഷെ രാകേഷ് വീട്ടിൽ നിന്ന് എത്തിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ, ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. രാകേഷിന്റെ പോണതാണോ എളുപ്പം ഇവിടുന്ന്? എളുപ്പം രാകേഷിന്റെ അവിടേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് സമീലിക്കരോട് പോണത്. ഇനിയിപ്പൊ എങ്ങനെ പോയാലും എനിക്ക് പ്രത്യേകിച്ച് കേട്ടാ, നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഇറങ്ങിപ്പോയിക്കൂടെ? നീ അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നീ ഇറങ്ങിപ്പോക്കൂടെന്നല്ല പറഞ്ഞത്, എങ്ങോട്ട് വേണമെങ്കിൽ പൊക്കൂടെ. ഞാൻ ഒരു നിമിഷം നിന്നെ തെറ്റിദ്ധരിച്ചടാ, സോറിടാ, സോറി. അപ്പൊ അങ്ങനെ, അപ്പൊ വിനി ദീദി വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. ഇയാളെ ഇവിടെ ഇട്ടേക്കെ, ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകും വിനി ദീദിനെ. ടിക്കറ്റ് ഒക്കെ എടുത്തെന്നാ എടാ, ഇതിന്നൊരു കാര്യം മനസ്സിലായ, വിന്നി ദീദിക്ക് മനസ്സിൽ ഇപ്പോഴും നാട്ടിൽ പോണെന്നുള്ള ആഗ്രഹം മാത്രം. ഇപ്പൊ എന്നാ വരണ നാട്ടിക്ക്? ഓക്കെ, എന്തായാലും വരുമ്പോ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾ ചുടു ചുംബനങ്ങൾ നൽകി ഷർഫിക്കനെ സ്വാഗതം ചെയ്യും. അങ്ങനെയാണെങ്കിൽ വരുന്നില്ല. ഓക്കെ, മെരി മാർക്കറ്റ് ബാക്കിയെല്ലാം സെറ്റ് അല്ലടാ. അപ്പൊ കാപ്പിടി എന്ത് കാണാം? അതെ, ഞങ്ങൾ ഇറങ്ങാം. ഇനി കുറച്ചിറങ്ങിട്ട് പോയി സ്നേഹം കണ്ടോ? കുറച്ചിറങ്ങിട്ട് പോവാ. ഇന്ന് നമുക്ക് 2 വീട് കൂടി കയറി ഇറങ്ങാനുണ്ട്. ഡയലോഗ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ. അത് കാരണം അവിടെ കൂടി പോയിട്ട് വേറെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. സന്തോഷമായിട്ടിരിക്കും. അവരാരും ഉണ്ടാവില്ല, വീക്കെൻഡാ. കുറച്ചായിട്ട് പോവാ. ഒന്ന് വിളിച്ചോക്കാ. ഇപ്പൊ പറയാ, ഇയാള് വിളിക്കുമല്ലോ ഇപ്പൊ അറിയാം ഗൈസ്. സ്വന്തം ഭാര്യ പറഞ്ഞു രാകേഷ് വീട്ടിലുണ്ടോന്ന് വെറുതെ വിളിച്ചു നോക്കി. രാകേഷ് നീ ഷട്ടിൽ കളിക്കാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ഷറഫെ ക്യാമറയിൽ നിന്നെ കാണുമ്പോണ്ടല്ലോ ഒരു ഹിന്ദി നടന്ന പോലെ. ഞങ്ങൾ പോയിക്കോളാം, വിളിക്കാം. എടാ നിന്റെ ശരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ? നിങ്ങക്ക് ഒരു ഐഡിയ ഉണ്ടായില്ലല്ലോ ഞങ്ങൾ വരുന്നത്. മെയിന്റനൻസിന്റെ ആള് തന്നെയാ ഷർഫെ. അപ്പൊ ഞങ്ങൾ പോണു. എടാ ഞാൻ പറയാവുന്നതല്ലേ, എടാ ഇവന് ഈ ക്യാമറ നോക്കി ഒരു സുന്ദര കോമളൻ പിന്നെ ശരിക്കല്ലേ ഇനി നോക്ക്. എന്തായിട്ട് കുഞ്ചാക്കോപനായിട്ട്. അതാണ് കണ്ടാ നീ മറ്റേ ശാലിനിയുടെ കൂടെ പ്രായം നമ്മിൽ മോഹൻ നൽകി, മോഹൻ കണ്ണിൽ പ്രേമം നല്ല വെറുപ്പിക്കലെന്ന്. പ്രേമം ചുണ്ടിൽ രാഗം നൽകി, രാഗം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൻ കാറ്റും കൈകൾ പാളം തട്ടി താളക്കൊമ്പത്ത് ഊഞ്ഞാലാടി. അല്ല, ഒന്നിറങ്ങിപ്പോണോ? അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. നമ്മുടെ പ്രേക്ഷകർക്ക് 2 വാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അങ്ങനൊന്നും പറയാൻ നാളെ അവളും വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പൊ ഷർഫ ഞങ്ങൾ പോണു. ഇനി അടുത്ത ദിവസം കാണാം. നീ പറഞ്ഞു വിടണ പോലെ ഉണ്ടല്ലോടാ. ചുമ്മാ ചുമ്മാ എടാ നീ പിടിച്ചോ രാകേഷിനോട്. രണ്ടാമത്തെ ഫ്ലോർ അല്ലേ? രണ്ടാമത്തെ ഫ്ലോർ 205 അല്ലെങ്കിൽ 206 റൂം നമ്പർ. ഇവൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഞാൻ അവിടെ ഇല്ലെങ്കിലോ വെറുതെ ഒന്ന് വിളിച്ചു വെച്ചിട്ട് വേണ്ട, എന്തായാലും ഉണ്ടാവും, പേടിക്കണ്ട, എന്തായാലും ഉണ്ടാവും. അല്ല അവിടെ എത്തുമാറോ? അത് ഫാഷന് കിട്ടിയിരിക്കുന്നത്, അതിൽ സമയം കാണിക്കും. ഫോട്ടോ താല്പര്യമില്ല, എന്നാലും പോയിട്ട് വരാടാ. ഓ നീ വാതിലൊക്കെ തുറന്ന് പറഞ്ഞു പോവാനൊട്ടും താല്പര്യമില്ല എന്ന് പറയായിരുന്നു. അവനെ വാതിൽ തുറന്നു പിടിച്ചിരിക്കുന്നു. ഇതല്ല വേറെ ബ്ലാക്ക് മറ്റേ ഒരു ഇതില്ലേ മോവ് കളറില്ലേ, പിങ്ക് പോലത്തെ. നാട്ടിലിറങ്ങിയിട്ടില്ല പിങ്ക്. ഇത് മുന്നത്തെയാ, ഞാൻ നാട്ടിൽ പോയപ്പോ വാങ്ങിയതാ. അപ്പൊ ശരിടാ, ബൈ. സന്തോഷമായിട്ട് അടുത്ത ദിവസം കാണാം. ഇനി ബിരിയാണി ഉണ്ടാക്കി വിളിക്കണേ. ബിരിയാണി ഇനിയിപ്പോ കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റില്ലല്ലോ. അത് പോട്ടെ. എന്തെങ്കിലും വേണോ? എന്ത് ഫുഡ്? വേണ്ട, അവിടെ ഉണ്ട്. ഇവ കുക്ക് ചെയ്യും. ഇന്നോട്ട് ഇവിടെ കുക്കിംഗ് തുടങ്ങാണ്. ഇതിനെ പണിയെടുപ്പിക്കാൻ അല്ലെങ്കിൽ ഹോട്ടൽ റൂം പോലെ എടുക്കാൻ. നമ്മൾ ആദ്യം വന്ന ഹോട്ടൽ, അതിനെ വില കുറവും. അപ്പൊ ശരിടാ, ഇനി ബുദ്ധിമുട്ടിപ്പിക്കണല്ലോ. നീ അധികം ഓക്കെ പറയല്ലേ. എപ്പൊ നോക്കിയാൽ ഇവര് എത്രാമത്തെ ടാറ്റ എനിക്ക് തരണെന്ന് അറിയോ? ഇതിങ്ങനെ തന്നെയാ, ഒരു എക്സ്പ്രഷനോ ഒരു വികാരവും ഇല്ലാത്ത മനുഷ്യൻ. ഓക്കെ എന്നാ പ്രൊമോസ് ബൈ. വിളിക്കാൻ മെസ്സേജ് അയക്കാൻ എന്തെങ്കിലും ചെയ്തോ. കടയില് മെസ്സേജ് എപ്പോ വിളിച്ചാലും വരും കേട്ടോ. അന്ന് ഇന്ന് ഞാൻ വിളിക്കുന്നു.
അടുത്ത ആഴ്ച എനിക്ക് വീക്കെൻഡ് വർക്കിംഗ് ഡേയ്സ് എന്നാലും ഇനി അടുത്ത ആളെ പോയി വെറുപ്പിക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇനി രാകേഷിന്റെ വീട്ടിലേക്കാണ്. രാകേഷ്, യമുന, പൊന്നു ടീംസിനെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, നമ്മൾ ലാസ്റ്റ് ദുബായ് വിടുമ്പോ 2 വർഷം മുമ്പ് ഇവിടെ നിന്നാണ് നമ്മൾ അവസാനിപ്പിച്ചു പോയത്. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാകേഷിന്റെ ബിൽഡിങ്ങിന്റെ താഴെയാണുള്ളത്. അപ്പൊ യമുനെയും രാകേഷിനെയും പൊന്നുവിനെയും കാണുന്നതിന് വേണ്ടി അതവര് പറഞ്ഞിട്ടില്ല കേട്ടോ, അവര് പറയായിരിക്കും കേട്ടോ. ഒന്നും ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യണം. അതെ, അത്രേ ഉള്ളൂ. എന്തായാലും അവരെ കാണാൻ എക്സൈറ്റഡ്. ഇനി ഇവിടെ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവര് കുറെ പേരുടെ സംശയം കൂടി തീരും കേട്ടോ. രാകേഷും യമുനയും സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞ പല ചാനലുകളിലും വന്ന വാർത്തകൾ നമ്മൾ കൈയോടെ പൊളിക്കുന്നതായിരിക്കും ഗൈസ്. എന്തിനാണോ ഇങ്ങനെയൊക്കെ പറയണത്? നല്ല മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കണേന്. എത്ര നിലയെന്നറിയുവേ? അവൻ ഫ്ലാറ്റ് മാറിയിട്ടുണ്ട്. എക്സൈറ്റഡ്, സന്തോഷം, ഹാപ്പി, വേറെ ഒന്നും പറയില്ല. പ്ലീസ് നോക്ക് ദ ഡോർ. ഇതന്നെ ഉറപ്പിച്ചു. അപ്പൊ ഇതന്നെ ഒരു മിനിറ്റ് എന്ന് വന്നിട്ട് ഇരിക്കുക. ഞാനൊന്ന് എന്തെന്ന് എനിക്കൊന്നും മനസ്സിലാവും. ഇരിക്കാ ചേച്ചാ ഞങ്ങൾ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് കാണാണ്ട് വരെ അത് ഞങ്ങൾ വന്നെങ്കിൽ ഇവിടെ വരണം. പിന്നെ ഞങ്ങൾ അവിടെ വരാനെ കണ്ടോർക്ക്. എന്റെ ഇരിക്കാ ചേച്ചേട്ടാ. ഒരു മിനിറ്റ് എനിക്കൊന്ന് പറഞ്ഞു. ഒന്ന് ഇരിക്ക്. എവിടെ കെട്ടിയോനെവിടെ? ഇപ്പൊ വരും. എവിടെ പോയി? വണ്ടി വശം പൊന്നിതടാ കളക്കുന്നത്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഞാൻ ഇവനോട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെ മോളുടെ ബർത്ത്ഡേ സമയത്ത് എങ്ങാനും വരാൻ പറ്റുമോ. എൻ്റെ കൂടെ എനിക്കൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് കേട്ടോ, അവര് വരുന്നുണ്ടാവുമ്പോ ബർത്ത്ഡേക്ക്. ദൈവത്താണ് സത്യം. ഞാൻ ഏട്ടനോട് പറഞ്ഞായിരുന്നു. എൻ്റെ ഏട്ടൻ പറഞ്ഞു അത് വിട്ടുപോയതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ഉള്ളിൽ അടിയാണ്. പിന്നെ നീ എനക്കും ഇല്ലടാ വരുന്നില്ലടാ എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞ എന്റെ കയ്യിന്നും പോവണ്ട വിചാരിച്ചിട്ട് ക്ലൂ പോലെ ഉണ്ടായിരുന്നോടാ നീ റിപ്ലൈ ചെയ്യാതിരുന്നപ്പോ. പക്ഷെ പിന്നെ എനിക്ക് നീ മെസ്സേജ് അയച്ചില്ലേ, ഇതെന്താ ഞാൻ സ്വപ്നം കാണുന്ന പിന്നെ കണ്ടു. ഇനിയിപ്പോ തലകറങ്ങി വീടാ. ഇല്ലല്ലോ ഓക്കെ. ഇനിയിപ്പോ ഇക്കേരടുത്തൊന്നും വേണം. ഇങ്ങനെ എപ്പ വരും? ഇങ്ങടെ കെട്ടിയോ കുറെ നേരമായല്ലോ. ഇപ്പൊ വണ്ടി വാഷിങ് ജസ്റ്റ് കേറിയതില്ല, കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുൾ പൊടിയായിരുന്നു പുറത്ത് വെച്ചിരിക്കാ ചേച്ചാ. കണ്ടിട്ടെന്ന് തോന്നുന്നു. സ്വപ്നാണോ റിയൽ ആണോ പൊന്നോ? എവിടെ നിങ്ങളുടെ അച്ഛൻ? എവിടെ? അവിടെ ഇല്ലല്ലോ. മിസ് ചെയ്യണ്ട നാട്? ബൈക്കാ? എത്ര നാളായി പൊന്നു നമ്മൾ കണ്ടിട്ട്? പൊന്നു കുറച്ച് ചെറുതായിരുന്നു 2 വർഷം മുമ്പ്. എന്താണ് കൊച്ചുങ്ങൾക്ക് എന്തൊരു വേഗം വലുതാവണേ? ഞാനൊക്കെ വലുതായില്ലേ? നമ്മള് വയസ്സാവുന്ന കുട്ടികൾ നിങ്ങള് വയസ്സാവും, ഞാൻ വയസ്സാവില്ല. ക്ലാസ് ഉണ്ടോ നാളെ? ഇല്ലല്ലേ? ഭയങ്കര അവളെ കെട്ടിപ്പിടിക്കൽ. ഇവള് ഇന്നലെ കരഞ്ഞപ്പം അടുത്ത് പോയിരുന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് ഇവളെ അവക്ക് ഉമ്മൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ ചെയ്താ മതിയാ. സലൂണ് ലേറ്റ് ആവൂലേ? ആ ഓക്കെടാ, എന്നാ കുഴപ്പമില്ല. സോറി ഞാൻ കൊറേ നേരം നിന്നപ്പോ ഏട്ടന് ബോറടിച്ചെങ്കിലും ഞാൻ ചോദിച്ചു. ഒരു സംഭവം ഇല്ല കേട്ടോ, ഞാൻ വെറുതെ ചോദിച്ചു. ഇല്ല ഇന്ന് പിന്നെ കഴിയുന്നില്ലല്ലോ. ഞാൻ ഏട്ടനെ ടയേർഡായെങ്കിൽ വീട്ടിലോട്ട് വരാൻ. ഒന്നുമില്ല ഏട്ടാ. എന്നാ പിന്നെ വിളിക്ക്, ഇറങ്ങിട്ട് എന്നെ വിളിക്ക്. പിന്നെ എന്നാ ഏട്ടനിടെ വന്നിനെങ്കിൽ നല്ലതായിരുന്നു. സമീലൊക്കെ വന്നിട്ടുണ്ട്. ആ
അവരിവിടെ മറ്റേ ഫ്രണ്ടില്ലേ JVC-ലത്തെ ഒരു ഫ്രണ്ട് അവിടെ പോയപ്പോ വന്നതാ. എന്നാ അങ്ങനെ ആയിക്കോ. അവര് പിന്നെ ബോറടിക്കും. അത് ഏതായാലും ഏട്ടൻ ഓക്കെ എന്നാ ഓക്കെ. എങ്ങനെയാണ് രാകേഷിന് അത്രയും മനസ്സിലായേ? യമുനയുടെ കോൺവെർസേഷൻ വളരെ നോർമൽ ആയിരുന്നു. അവൻ പക്ഷേ കാര്യം അതെങ്ങനെ മനസ്സിലാവണം? അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ തന്നെ എന്ന് വെച്ചാൽ ഏട്ടൻ 2 മാസമായി നല്ലോണം വൈറ്റ് താടിയായി. നാളെ ഓഫീസിൽ പോണ്ടേ. അപ്പൊ നാട്ടിന്നേ നോക്കുന്നുണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. അപ്പൊ ഈ ഇവിടെ നല്ല അലമ്പായിട്ടുണ്ട്. അപ്പൊ നാളെ ഓഫീസിൽ പോണ്ടല്ലേ. അവൻ ശരിക്കും പറഞ്ഞാല് കാറും ഈ സലൂണും അതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായത്. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറയുമ്പോ പക്ഷെ അവൻ പറഞ്ഞത് ഇപ്പൊ സമീലിക്ക വന്നു എന്ന് പറഞ്ഞു. അവന് വേണമെന്നുണ്ടെങ്കിൽ വരാണ്ടിരിക്കാം. പക്ഷെ അവൻ പറഞ്ഞെന്ന് വെച്ചാ കണ്ടിട്ട് ഇറങ്ങാന്ന്. ആ മനുഷ്യനുണ്ടല്ലോ എന്തായാലും ഒരു രക്ഷ. രാകേഷ് ചേട്ടന്റെ പെട്ടെന്ന് നീ കാര്യം എന്താന്ന് പറ. ഭയങ്കര ബോണ്ടാട്ടോ. സമ്മതിക്കണം. സൂപ്പർ. കണ്ണ് കെട്ടാണ്ടിരിക്കട്ടെ. മറ്റേ സാധനടാ ഞാൻ സുന. രാകേഷ് ചേട്ടൻ വന്നു. സുഖല്ലേ രാകേഷ് ചേട്ടാ? എന്തൊക്കെയാണ് ഇവന് വയസ്സായിരിക്കാന്നുള്ള നഗ്ന സത്യം ഞാൻ അറിയിക്കുന്നു. ഇവന്റെ താടിയും മുടിയൊക്കെ നരച്ചിരിക്കുന്നു. അതല്ല, ഞാൻ സലൂണിൽ പോയിട്ട് വരാൻ ഞങ്ങളൊക്കെ കേട്ടായിരുന്നു. ഞങ്ങൾ പറയായിരുന്നു ഇത്ര ഭാര്യനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നത് എങ്ങനെയാന്ന്. ഞാൻ പറ മോളു എന്താ കാര്യം? നീ എന്നെ മറച്ചു വെക്കല്ലേ. ഏട്ടായിക്ക് ഉറക്കം വരില്ല മോളു. പറ മോളു. മോളു പറ. അല്ല, ഞാൻ ഇവളോട് ചോദിക്കായിരുന്നു നാളെ എനിക്ക് ഓഫീസിൽ പോണ്ടേ, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ സമീലിന് പിന്നെ ഇവിടെ എവിടെയെങ്കിലും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടി ഇനി രാകേഷിന്റെ സമീലിക്കനെ വിളിക്കോ? ഇല്ല വിളിക്കും ഞാൻ തന്നെ. ഞാൻ പക്ഷെ എവിടെയൊക്കെയോ നിങ്ങൾ വരുന്നുള്ളൊരു ഇത് നമ്മുടെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു പിന്നെ അവര് ഇല്ല. എടാ സത്യത്തിലപ്പൊ നിങ്ങള് ഡിവോഴ്സ്ഡ് അല്ല. നമ്മള് ഡിവോഴ്സ്ഡ് അല്ല. നമുക്ക് ഒരാളും കൂടി വന്നിട്ടുണ്ട്. ഉറക്കത്തിലാണ്. എന്തൊക്കെ കാര്യങ്ങള് നമ്മള് വീഡിയോയില് കമന്റ്സിന് റിപ്ലൈ കൊടുക്കേണ്ടി വന്നതെന്നറിയോ? രാകേഷ് യമുനയും ഒരുമിച്ചില്ല, അവര് പിരിഞ്ഞു എന്നൊരു കരക്കമ്പി കേട്ടിട്ടുണ്ട്. സത്യങ്ങൾ നിങ്ങൾ തുറന്നു പറ. ചാനലുകാരും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ. അപ്പൊ ഇവര് പിരിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കാണും. അല്ല, അതിന് ഒരു മറ്റേ സത്യം തെളിവ്. എടാ എന്റെ താടിയൊക്കെ ധരിച്ച താടിയൊക്കെയാണല്ലോ ഭഗവാനെ കാണുന്നത്. അത് ഞാൻ വായന്ന് കേക്കണ്ട. നീ ലൈഫ് എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് നല്ല തകർപ്പനായിട്ട് പോകണം. ഉഷാറായിട്ട് പോകണം. ലൈഫില് പലതും നടന്നു അല്ലേ? നമ്മുടെ ലൈഫില് വരാൻ എന്തൊക്കെയാന്ന് പറയണ്ടേ, എന്തൊക്കെയോ സംഭവിച്ചു. നിങ്ങള് വേറെ എന്നാ നിങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങണം? ഞാൻ എല്ലാവരോടും പറയുന്ന സൂൺ വരുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങും. ഇൻസ്റ്റാഗ്രാമിലെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോ പതിയെ വരും. ആള് ഇപ്പോഴും ഇനി പതിയെ ആക്റ്റീവ്. ഞാൻ പിന്നെ അവളും ഇല്ലാത്തോണ്ട് പിന്നെ ഞാൻ ഒന്ന് ഡൗൺ ആയിരുന്നു. ഞാൻ എവിടെ ഇരിക്കട്ടെ. മതി കമോൺ. ഇവിടെ പലഹാരങ്ങളുണ്ട്, ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ചിക്കൻ, ഉണ്ണിയപ്പം. നിങ്ങൾ കറക്റ്റ് ദിവസം എത്തിയത്. ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ പറ്റും ഇന്ന്. നാട്ടിൽ നിന്നാണ് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാം ഇവിടെ നിരക്കണ വെച്ചിട്ടിരിക്കുകയാണ്. അതല്ല, കുറെ നാളായില്ലേ ക്യാമറയിൽ സംസാരിച്ചിട്ട്. അപ്പൊ ഒരു എന്താ അറിയില്ല, ഒരു ഇതില്ലേ വേറെന്തൊക്കെയാണ്. നീ നോക്കിട്ട് സംസാരിക്കാം. കുറെ നാൾക്ക് മനസ്സ് തുറക്കുന്നത് അതല്ല. അല്ല, കുറെ നാളല്ലേ ക്യാമറയിൽ സംസാരിച്ചിട്ട്. അതിന്റെ ഒരു സംഭവം അല്ല നമ്മള് അത്
വരും. നമ്മൾ അങ്ങനെ തുടങ്ങിയതായിരുന്നു നമ്മുടെ വീഡിയോ ക്രിയേഷൻ. ഞാനിങ്ങനെ മൈൻഡിൽ എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നു. ആ അല്ല, അവൻ ഇവിടെ അടുത്ത് വരാറുണ്ടല്ലോ. അപ്പൊ അവൻ മനസ്സ് തുറക്ക, വെയിറ്റ് ചെയ്ത് ഇമോഷണൽ ഞാനിങ്ങനെ കൊറേ എന്തൊക്കെയോ പോയതാ. അപ്പം എന്തിങ്ങനെ എടുത്തിട്ടു ഇവനെന്തീ പറയണേ? എന്തോ അത് എനിക്കും മനസ്സിലാവുന്നില്ല. ഏട്ടനെന്തോ റിലേ പോയ പോലെ അതെന്താന്നറിയോ, കൊറേ അല്ല എനിക്ക് തോന്നുന്നു കൊറേ നാള് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വ്ളോഗിലേക്ക് അവൻ വരല്ലേ. അവന്ന് വെച്ചാൽ ഇത് ഭയങ്കര പാഷനാണല്ലോ അവന്. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു കാലത്ത് യമുന പോലെ അവന് ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ചുമ്മാ പറഞ്ഞാട്ടാ. അല്ല ശരിക്കും നമ്മളമ്മാതിരി അങ്ങനെ. ഇപ്പൊ എത്ര നാളായിട്ട് നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്ടിരുന്നിട്ട്? ഇപ്പൊ 2 വർഷമായില്ലേ? 2 വർഷം കഴിഞ്ഞു ശരിക്കും. എങ്ങനെ പറ്റണ്ട? പുതിയ ക്യാമറയൊക്കെ മേടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് നിനക്ക് ഓർമ്മയില്ലേ? അങ്ങനെ നിർത്തിയതാ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടത്തെ അവസാനിപ്പിച്ച് ഇവരെ സർപ്രൈസ് ആക്കി വിജിലിപ്പിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും സമീലിക്കയുടെ വീട്ടിൽ പോകണം. അതെ എടാ, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ഭയങ്കര ഹാപ്പി. കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞങ്ങളുടെ ഹൃദയം ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകും. നമ്മള് നന്നായി സൂക്ഷിച്ചോളാം. അപ്പൊ എന്തായാലും ഇനി സമീലിക്കയുടെ വീട്ടിലേക്ക് പോവാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പുള്ളിയുടെ അടുത്ത് പറയാനുണ്ടോ? ഒന്നും പറയണ്ട. നമ്മള് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിടാ. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ല, അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. ഇനി അങ്ങോട്ടേക്ക് ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ ആരാധകർക്ക് വേണ്ടി പെട്ടെന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങാം. ദേ ആർ എക്സ്പെക്ടിങ് സംതിങ്. നമ്മള് തീർച്ചയായിട്ടും എപ്പോഴൊന്നുമില്ല, നമ്മള് തീർച്ചയായിട്ടും വരും. അപ്പിടല്ല എപ്പോഴാണെന്ന് കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും വരും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പതിയെ വീഡിയോ ഇട്ട് തുടങ്ങുന്നതായിരിക്കും അല്ലേ? പറഞ്ഞോ, ഇത് കൊറേ ആൾക്കാര് കാണും. മറന്നിട്ടില്ല, പണ്ട് നമ്മള് കൊടുക്കുന്നതായിരുന്നു 2 സൈഡില്. പണ്ട് അയച്ചേട്ടന്റെ ചാനലിൽ നമ്മള് പറഞ്ഞിരുന്നു ഇതേപോലെ. ഇതിപ്പോ കൊറേ ആൾക്കാർ കാണുന്നോണ്ട് എങ്കിലും കുറച്ച് പേര് വരുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, സർപ്രൈസ് നീ വിളിക്കുമ്പോ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിന്റെ ഇതിപ്പോ എത്ര നേരം കരയും ഇങ്ങനെ? 1 മണിക്കൂറാ? പറയണത് പാത്തല്ലേ, നല്ലത് പാത്തല്ല. പാത്തന് ഇത്രയും പിള്ളേരില്ലല്ലോ അതിച്ചേട്ടൻ. നല്ല പാത്തന്നെ എന്തോരം വിളിക്കുന്ന ഞാൻ കട്ട് ചെയ്താൽ കളയാൻ പറയാം. ഞാൻ പിന്നെ വിളിക്കാം. നിനക്ക് റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ റൂമൊക്കെ മനസ്സിലായി, സ്ഥലമൊക്കെ മനസ്സിലായി. മുമ്പ് എനിക്ക് ഇത് അയച്ചത്. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് റെസ്റ്റോറന്റിലേക്ക് വരുന്നത് ഇപ്പൊ നേരെ. അതെന്താ? ഞാനിപ്പോ എന്റെ കസിൻസ് വന്നിട്ടുണ്ട്. വീഡിയോ കാണിച്ച കുഴപ്പമുണ്ടോ നിങ്ങളെ? ഇല്ല. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പേരെന്താണ്? സാദിക്ക. ഓക്കെ, നിങ്ങളുടെ പേര്? ഷിയാബ്. ഞാൻ അജയ്. ദൈവനുഗ്രഹിക്കട്ടെ. നമ്മള് വരാം. ഇപ്പൊ റൂം ഇതൊക്കെ വെക്കേഷൻ ആണ്, വരുന്നതൊന്നും പറ്റൂല. പോയാൽ മതി. ഞാൻ ഇന്നിപ്പോ ഇവരോട് കൊറേ പറഞ്ഞിട്ട് നിന്നിട്ടില്ല. നീ നിന്നൊക്കെ ഞങ്ങള് വരാം. അത് ലിക്ക എവിടെ ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് വരുമോ? ഇപ്പൊ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഇത് ഇവിടെ തന്നെ. മനസ്സിലായി. അത് ചേട്ടൻ അറിയോ വീട്? വീട് എനിക്കറിയാം. പാത്തു നടന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി തന്ന ഓർമ്മയില്ല? നോമ്പിന്റെ പെരുന്നാളിന്റെ
പക്ഷെ ഇത് അടിപൊളി ക്യാമറ ഓൺ ചെയ്ത് എന്തായാലും നന്നായി കറക്റ്റ് ആയിട്ട് കിട്ടി. അതെങ്ങനെ അല്ല ഭാഗ്യത്തിന് നമ്മള് അവിടെ എത്തുന്ന സമയത്ത് ഇവര് പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് കാണാനും കൂടി പറ്റില്ലായിരുന്നു. അവിടെ എത്തുമ്പോ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ നേരത്തെ പോയതാ. ഇവരെയും കൊണ്ട് കളിക്കാൻ പോയത്. ഇവരും നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവന് മലയാളം കേൾക്കണ്ട ഈശ്വരാണോ നീ? ഇപ്പൊ എന്തെല്ലാം വിശേഷങ്ങള്? നിങ്ങള് വലിയ കുട്ടിയായല്ലോ, സുന്ദരിയായല്ലോ. എന്റെ മോഹനേടാ, ഞാന് സുന്ദരിയായില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ എപ്പോഴും സുന്ദരിയല്ലേ. തിരിച്ചെത്തിയാ ആ തിരിച്ചെത്തി, ഇന്ന് രാവിലെ എത്തി. നിങ്ങളെപ്പത്തി ഞാനെത്തി. അത് പറയാൻ പറ്റില്ലല്ലോ, ഇതുപോലെ വരണ്ടേ? ഇവ എന്റെ അടുത്ത് വന്നിട്ട് പറയേ പാത്ത് മെസ്സേജ് അയക്കണ്ട ചേട്ടാ, ഞാനൊന്നും മിണ്ടില്ല. പാത്തൊന്ന് കുത്തി ചോദിച്ചാൽ ഞാൻ എല്ലാ സത്യവും പറയും. ഞാൻ ഫോൺ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അജയ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബൈയിൽ വരുമ്പോ വീട്ടിക്ക് വന്നിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ട് നിന്നെ. പക്ഷെ ഞാൻ അല്ല ഇപ്പൊ അവിടെ വരില്ലേ? അന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പൊ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. വേറെ നല്ല അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ്. സമീലിക്ക ഹോട്ടലിലേക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇക്കയുടെ അടുത്തേക്ക് നമ്മൾ പോവാണ് ഗൈസ്. കാണാത് എന്തല്ല കാഴ്ചയില്ല നമുക്കറിയാം. അസ്സലാമലൈക്കും സമീലിക്ക. എന്നിട്ട് വിശേഷങ്ങള്? ഞാന് പറയട്ടെ ആടുന്ന് ഏതോ ചെങ്ങ ഞാൻ ഇങ്ങനെ നോക്കിയാനേ പണ്ട് ഞാന് പാത്തുവിന്റെ വീഡിയോ എടുത്ത് നടന്ന പോലെ ഏതാ പ്രാന്തനിങ്ങനെ സ്വന്തം പെണ്ണ് എന്തല്ല അവയോ ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് കണ്ണു കാണില്ല. ദൂരേക്കുള്ള ഞാൻ ഫോണില് വേറെന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഏതാ പ്രാന്തൻ സ്വന്തം ഭാര്യന്റെ മുമ്പിൽ ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കുന്നത്. എന്തിന്റെ വിശേഷങ്ങളൊക്കെ? ഞാൻ 2 ദിവസം മീൻസ് ഞാൻ വന്നു. സർപ്രൈസ് തരണ്ടേ? പറഞ്ഞു തരാൻ പറ്റുമോ? ഞങ്ങള് ഫ്ലാറ്റിലേക്ക് പോകാം. ഇത്രയും ഇമോഷൻ ആവുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇമോഷൻ ആവില്ല. ഞാൻ പറഞ്ഞു സമീലിക്കേണ്ടെന്നൊന്നും പറഞ്ഞ പാത്ത് വേണമെങ്കിൽ പൊട്ടിക്കാരണം. ഇതിപ്പോ പാത്തിനേക്കാൾ കൂടുതൽ എക്സ്പ്രഷൻ. വീടെത്തിയിട്ട് നിന്റെ സംസാരം കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ അല്ല ഞാനെപ്പോ കാണുന്നു ഞാൻ സ്പൈസ് ഐസിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് 2 ആള് വരുന്നു. ക്യാമറ ഒന്നും കയ്യിൽ കണ്ടിട്ടില്ല. അപ്പൊ നീ എന്ത് ഉറപ്പില്ലാന്ന് റൂമിലേക്ക് കയറി വന്ന? 3 വീട്ടില് പോയി. ഇന്ന് സർഫിനെ കണ്ടു, രാകേഷിനെ കണ്ടു, ഇങ്ങോട്ട് പോന്നു. അല്ല അപ്പൊ ഒരു റൂം നമ്പർ അറിയോ? ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോ എനിക്ക് അയച്ചെന്നില്ലേ? അതിപ്പോഴും ഉണ്ട്. ഞാൻ പഴയ കാലങ്ങളൊന്നും മറക്കാറില്ല സമീലക്ക, ഇങ്ങളെ പോലെ അല്ല. എനിക്ക് ഇന്നലെ നടന്ന ഓർമ്മയില്ല. എന്തല്ലേ വിശേഷം? നല്ല വിശേഷം. എടാ വ്ലോഗെല്ലാം ചെയ്തിട്ട് കാലങ്ങളായിട്ട് ഞാൻ തൽക്കാലം ഇത് ഓഫ് ചെയ്യാം. അതല്ല എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് സബ്സ്ക്രൈബറോട് ഒരു മിനിറ്റ് എനിക്കൊരു കാര്യമായിട്ട് പറയാണ്ട്. നമ്മുടെ അജയിന്റെ ഒരു ഷോർട്ട് വീഡിയോസ് നീ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നീ ഇപ്പൊ അടുത്ത് പറയാൻ വിടോ? ഇല്ല ഞാൻ അയച്ചിട്ട് അത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയപ്പോ. ഭയങ്കര ഇഷ്ടം കേട്ടിരിക്കാൻ, ഭയങ്കര രസമാണ്. അത്ര ടോപ്പൊന്നല്ല, പക്ഷെ അതിലൊരു സാധനം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു വ്ളോഗില് നീ അല്ല ഒരു വീഡിയോയിൽ നീ പറയുന്നുണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി. എത്ര? 300 ലക്ഷം. 300K എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. 300K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇഷ്ടപ്പെട്ട് കൂടെ നിന്നവരെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, എന്റെ ചാനലിൽ ഒരു 6 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്ത് അനീതിയാ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഉടൻ തന്നെ വീഡിയോ പ്രതീക്ഷിക്കോ? ഇൻഷാ അല്ലാ. അതാണ് കൊളാവടിക്കാം. ഈ വീഡിയോന്റെ ബാക്കി ആ ചാനലിൽ ഒന്നും കാണുന്നില്ല. ഉള്ളത് മതി, ഞാൻ വിളിപ്പിച്ചെടുത്തോളാം. നിങ്ങളുടെ ശബ്ദം തന്നെ ധാരാളല്ലോ. ഇദ്ദേഹത്തെ കിട്ടിയ വീഡിയോയില് കിട്ടി നിങ്ങളുടെ മോൾ തന്നെ. 2 തർക്കുത്തരം കിട്ടി എനിക്ക് അല്ലേ? നടത്തലും കണ്ട മാൻ. ഹലോ, 2 വാക്ക് പറയോ വീഡിയോയില്? എന്റെ മോളാ. DNA ടെസ്റ്റിന്റെ ആവശ്യമില്ല, സെറ്റാണ്. ഹാപ്പി അല്ലേ? എടാ നിങ്ങളെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര ഫീൽ. അത് നിങ്ങളുടെ വർത്താനത്തിലുണ്ടോ? ഉമ്മ തുള്ളി. എത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുകയും ചെയ്തു. അത് പെട്ടെന്ന് ഇവനെ കണ്ടപ്പോ സന്തോഷമായി. ഇവനെന്ത് ഇവന്റെ വീഡിയോ കുറെ കാണുന്നല്ലേ. ക്യാമറ കണ്ടപ്പോ എനിക്ക് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര പൂതി. നമ്മള് വെയിറ്റ് ചെയ്യണോ? ഇടയ്ക്ക് വീഡിയോ
അതെ മിസ് ചെയ്യണം. ഇത് കാണുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നുന്നു. ഈ ക്യാമറ ഇങ്ങനെ പിടിക്കുന്നത്, ഈ മൈക്കൊക്കെ കാണുമ്പോ നല്ല രസം കാണും. ഇതൊക്കെ നിങ്ങളുടെ പഠിച്ചതാണ്, അതിൽ കൂടുതലൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ലോലനായി. എക്സ്പ്രസീവ് ആയിട്ടുണ്ട്. 2-3 വർഷമായിട്ട് എക്സ്പ്രസീവ് ആണ്. അല്ല, എനിക്ക് ജിമ്മിൽ പോവാനും റൂട്ടീൻ എല്ലാം സെറ്റ് ആയപ്പോഴാണ് എക്സ്പ്രസീവ് ആയി തുടങ്ങിയത്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പക്ഷെ ഇവരെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മുടെ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കാൻ പോയിക്ക ഇന്നത്തെ. നീ ബ്ലോഗ് ചാനൽ അല്ല ഐ മീൻ നിന്റെ ചാനൽ വെക്കുന്നുണ്ടെന്നായി ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തന്നിടാ. നിങ്ങള് വന്നതിൽ വളരെ സന്തോഷം. പിന്നെ എന്റെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സമീലിക്ക. ഞാൻ വീഡിയോയിൽ മുമ്പ് പറയുന്നുണ്ട് സമീലിക്ക പാത്തു കരയുന്നൊക്കെ. ഞാൻ സമീലിക്ക അതിനും വലിയ എക്സ്പ്രഷൻ ഒക്കെ. അതായത് സന്തോഷമായി. നിങ്ങൾ ശരിക്കും കാണുന്ന ക്യാമറയുടെ മുമ്പിലെ പാത്തു അല്ല പാത്തു, ഞാനല്ല ഞാൻ. ഇതിപ്പോ കഞ്ചാവും തുടങ്ങിയോ? ഞാൻ ശരിക്കും കരയും, പാത്തു കരയില്ല. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്രയും നേരം സഹിച്ചതിനും. പിന്നെ നമ്മള് അങ്ങനെ നിക്കാറില്ല, നിങ്ങൾക്ക് വേണ്ടി നിക്കാം. നമ്മൾ ചിലപ്പോ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സൂൺ ഇൻഷാ അല്ലാഹ്. നീ വന്നാൽ നന്നായി. ചിലപ്പോ എനിക്കിത് ഈ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് ഐ മീൻ ക്യാമറയിലും കാണുമ്പോൾ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തേക്ക് ഒരു 3-4 വർഷം മുമ്പത്തേക്ക് പോയി. സെറ്റോക്സ് ഭയങ്കര സംഭവിക്കുന്നുണ്ടാവില്ല, ചെറിയ രീതിയിൽ. ഞാൻ ഇപ്പൊ ഭയങ്കര ലോലൈനുണ്ടല്ലോ, ലോലമായ വീഡിയോസ് വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ക്രിഞ്ച്. എന്റെ മോളെപ്പം പറയലുണ്ട് എന്നെ എവിടെയും കണ്ടിട്ട് നമ്മള് ക്രിഞ്ചാണെന്ന്. ഉമ്മയും ബാപ്പയും ക്രിഞ്ചാണെന്നാ പറയാറ്. അപ്പൊ എന്തായാലും റാപ്പപ്പ് ചെയ്താലോ വീഡിയോ? ക്രിഞ്ച് റാപ്പപ്പ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം അടിപൊളി ഗംഭീര. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളി. അങ്ങനെ വീട്ടിൽ നിന്ന്, അതായത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഇങ്ങനെ പിന്നെ ആ കാണുമ്പോൾ ഉള്ള ഒരു 2 വർഷമായാലും എല്ലാവരും കണ്ട്. പാത്തു നാട്ടിലുണ്ടായിരുന്നെങ്കിലും അങ്ങനെ അന്നയുടെ കല്യാണത്തിന് കണ്ട ലാസ്റ്റ് ഞങ്ങൾ കണ്ടേ അല്ലല്ല 1 പ്രാവശ്യം കൂടി കണ്ടു ആ ഒരു സമയത്ത് തന്നെ. അപ്പൊ ഭയങ്കര ഹാപ്പി, ഒന്നും പറയാനില്ല. ഇനിയിപ്പോ 30 ദിവസം കൂടി ഉണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷം. ഇനി കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷം. എൻജോയ് ചെയ്യണം.